നമസ്കാരം, എല്ലാവർക്കും ശ്രീ വെങ്കടേശ്വര ആസ്ട്രോ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചാനലിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് 2024 മെയ് മാസം 1-ാം തീയതി മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് വ്യാഴൻ പകരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മേടക്കൂറുകാരുടെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ മേടക്കാർക്ക് ഇവിടെ വന്നിട്ട് ജന്മത്തിൽ വ്യാഴം നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഈ ജന്മരാശി എന്ന് പറയുന്നതിന് വളരെ കഷ്ടതകൾ നിറഞ്ഞ ഒരു രാശിയായിരുന്നിരിക്കും ഈ ഒരു സമയം, ഒരു വർഷക്കാലം. ഇവിടുന്ന് അങ്ങോട്ട് ഇനി 2-ാം ഭാവത്തിലേക്ക് വ്യാഴൻ മാറുകയാണ്. വാക്ക്, ധനം, കുടുംബം ഈ കാലങ്ങളിലേക്കാണ് മാറാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പറയാം, കുടുംബപരമായിട്ടും ധനപരമായിട്ടും നല്ല മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് എന്ന് പറയുന്നു. കുടുംബാംഗങ്ങളുടെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. നിങ്ങൾക്ക് വളരെ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നതെല്ലാം മാറിക്കിട്ടുന്നൊരു കാലഘട്ടമാണ് എന്ന് പറയുന്നു. നിങ്ങൾക്ക് ധാരാളം നേട്ടങ്ങൾ വരാൻ പോകുന്ന ഒരു കാലഘട്ടമാണ് എന്നുള്ളതും കൂടി പറയാം. പണം സമ്പാദിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വളരെ പേരും പ്രശസ്തിയും കീർത്തിയും എല്ലാം ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. ഈ ഒരു ഇഷ്ടപ്പെട്ട ഒരു വർഷാവസാനത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് ധാരാളം തൊഴിൽപരമായിട്ടുള്ള മുന്നേറ്റങ്ങളും ദാമ്പത്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറുകയും കുടുംബത്തിലുണ്ടാകുന്നതായ വഴക്കുകളെല്ലാം മാറിക്കിട്ടുന്ന ഒരു കാലഘട്ടമായിരിക്കും എന്ന് പറയുന്നു. നിങ്ങളെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു നടന്നവർ തന്നെ നല്ലത് പറഞ്ഞു നടക്കേണ്ടതായ ഒരു കാലഘട്ടമായിരിക്കും ഈ ഒരു കാലഘട്ടം. നിങ്ങളുടെ കഠിനാധ്വാനം ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെതായ വരുമാനങ്ങളും ലഭിക്കുന്നതായിരിക്കും എന്ന് പറയുന്നു. കടലിൽ നിന്നും മുക്തി നേടാൻ പറ്റുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ ഒരു കാലഘട്ടം. നിങ്ങളുടെ കരിയറിൽ തന്നെ ചില ഉയർച്ചകളും താഴ്ചകളൊക്കെ നേരിടേണ്ടതായി വന്നേക്കാവുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്ന് പറയുന്നു. 2-ാം ഭാവമല്ലേ, ധനസ്ഥാനത്തെങ്കിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒക്കെ മാറ്റിക്കിട്ടുന്ന ഒരു കാലഘട്ടമായിരിക്കും. ധനപരമായി ഉണ്ടായിരിക്കുന്നതായ സകല പ്രശ്നങ്ങളും മാറിക്കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. വാക്കുസ്ഥാനം, വാക്കുകൊണ്ട് മറ്റുള്ളവരുമായിട്ടുള്ള പിണക്കങ്ങളും കാര്യങ്ങളും അതെല്ലാം മാറിക്കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. കുടുംബത്തിലുണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ എല്ലാം മാറിക്കിട്ടി കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് എന്ന് പറയുന്നു. വീട് വയ്ക്കുവാനും വാഹനങ്ങൾ മേടിക്കുവാനുമൊക്കെ വളരെ അനുകൂലമായ ഒരു കാലഘട്ടമാണ്. നിങ്ങൾക്ക് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ രാശിപ്രകാരം നോക്കുകയാണെങ്കിൽ തന്നെ വ്യാഴൻ 2-ാം ഭാവത്തിലും നിൽക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിദേശങ്ങളിൽ പോകുവാനും അവിടെ നല്ല ജോലി ലഭിക്കുവാനും അതിലൂടെ ധനം സമ്പാദിക്കുവാനും കഴിയുന്ന ഒരു കാലഘട്ടമാണ്. തൊഴിൽ അന്വേഷിച്ച് നടക്കുന്നവർക്കും അതേപോലെ തന്നെ സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നവർക്കും അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ലഭിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും എന്ന് പറയുന്നു. ജോലിയാണെങ്കിലും ബിസിനസ്സിൻ്റെ കാര്യത്തിന് വളരെ മികച്ച ഒരു കാലഘട്ടമാണ് എന്ന് പറയുന്നു. ഈ പ്രണയപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രണയബന്ധങ്ങളെല്ലാം വിവാഹത്തിൽ കലാശിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്ന് പറയുന്നു. സന്തോഷത്തോടു കൂടിയിട്ട് തന്നെ നമുക്ക് ഒരു നല്ല ഒരു ജീവിതം ഈ ഒരു കാലഘട്ടങ്ങളിൽ ഉണ്ടാകും എന്നുള്ളത് പറയുന്നു. അതേപോലെ തന്നെ വിദ്യാർത്ഥികളുടെ കാര്യങ്ങൾ എന്ന് പറയുന്നത് പരീക്ഷാദികളിൽ ഉന്നത വിജയം നേടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നുള്ളത് കൂടി എടുത്തു പറയണം. നിങ്ങളുടെ ഭാഗ്യം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് ഈ ക്ഷേത്ര ദർശനം നടത്തുന്നതും അതേപോലെ തന്നെ നമ്മുടെ കുലദൈവ ക്ഷേത്രത്തിൽ പോയി യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതും വളരെ ഗുണം ചെയ്യുന്ന ഒരു കാലഘട്ടമായിരിക്കും എന്ന് പറയുന്നു. തീർത്ഥാടനത്തിന് വന്നിട്ട് തന്നെ ഹനുമാൻ പൂജ നടത്തുകയും അനുഗ്രഹം തേടുകയും ചെയ്യുന്നതും വർഷം മുഴുവൻ മംഗളകരമായ അവസരങ്ങളെ ദുർഗാ ദേവി ക്ഷേത്രത്തിൽ പോയിട്ട് യഥാശക്തി വഴിപാടുകളും ചെയ്തുകൊണ്ട് ഇവിടെ കാണുന്നിരിക്കുന്ന സർവ്വദോഷങ്ങളുടെയും കുറയുവാനുള്ള സാധ്യതകൾ കൂടി നമുക്ക് എടുത്തു പറയണം. അതേപോലെ തന്നെ വിവാഹം നടക്കാത്ത ആളുകൾക്ക് വിവാഹം നടക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. തൊഴിൽ അന്വേഷിച്ച് നടക്കുന്ന തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടി എടുത്തു പറയാം എന്നുള്ളത് കൂടിയാണ്. ഇനി നമുക്കിതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സന്താനമില്ലാതെ ദുഃഖിക്കുന്നവർക്കും സന്താന ഗുണങ്ങൾക്കുള്ള സാധ്യതകൾ കൂടി കാണുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതായ മറ്റൊരു കാര്യമാണ്. അപ്പോൾ കഷ്ടങ്ങളൊക്കെ മാറിയിട്ട് നമുക്ക് മുന്നേറ്റങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായ മറ്റൊരു കാര്യം. വളരെ അനുകൂലമായ ഒരു കാലഘട്ടം തന്നെയാണ് എന്നുള്ളത് പറയുന്നു. ഓക്കെ,